സംസ്ഥാനത്ത് ക്യാമറകൾ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമായും ക്യാമറകൾ വർക്കാകുന്നില്ല എന്നുള്ള പരാതി പലതവണ ഉയർന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നു. പിഴ ഒടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ ഒരു ക്യാമറ ഒരു പ്രശ്നമാകും എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇനി അങ്ങോട്ട് അടുത്ത ദിവസം മുതൽ തന്നെ ക്യാമറകൾ പിഴ ഈടാക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് പ്രധാനമായി കാരണം തന്നെ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചതിനെ തുടർന്ന് ക്യാമറകൾക്ക് സെർവറുകളിലേക്ക്, മോട്ടോർ വാഹന വകുപ്പിൻ്റെ സെർവറുകളിലേക്ക് അതിൻ്റെ പിഴ ഒടുക്കാനുള്ള ചിത്രങ്ങൾ അയക്കാൻ സാധിച്ചിരുന്നില്ല. ആ ഡാറ്റ അയക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്രയും നാളും പിഴ ഈടാക്കാൻ സാധിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. ഗതാഗത മന്ത്രി നേരിട്ട് ഇടപെട്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചിട്ടുള്ളത്. 55 കോടി രൂപയാണ് കെലട്രോണിന് ഇതുമായി ബന്ധപ്പെട്ട തുക കുടിശ്ശികയായി ഉണ്ടായിരുന്നത്. അതിലാണ് ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. 3 മാസം കൂടുന്തോറും 12 കോടി രൂപ വീതമാണ് കെലട്രോണിന് സർക്കാർ നൽകേണ്ടിയിരുന്നത്. എന്നാൽ അത് മുടങ്ങിയ സാഹചര്യത്തിലാണ് ഇൻ്റർനെറ്റ് കണക്ഷൻ കട്ടായത്. ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ ജിയോ കമ്പനിക്ക് പണം നൽകാൻ സാധിക്കാത്തത് കൊണ്ടും അത് പിന്നീട് തുടർന്ന് കൊണ്ടുപോകാനായില്ല. ഇതാണ് ക്യാമറകൾ പ്രവർത്തിച്ചില്ല എന്നുള്ള കാരണത്തേക്ക് നയിച്ചത്. എന്നാൽ ക്യാമറകൾ കൃത്യമായി പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ഉള്ളിലെടുത്തിരുന്ന ഫോട്ടോകളും അതുമായി ബന്ധപ്പെട്ട ഗതാഗത നിയമ ലംഘനങ്ങളുടെ ഡാറ്റയും ഇപ്പോഴും സെർവറുകളിലുണ്ട്. അതിനി മോട്ടോർ വാഹന വകുപ്പിലേക്ക് അയക്കുമെന്നാണ് അറിയുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇനി നേരത്തെ നടന്ന നിയമലംഘനങ്ങൾക്ക് ഇനി പിഴ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 726 ക്യാമറകളും സജ്ജമാണെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ നിരീക്ഷണം ഉണ്ടാകും. ഇനി കൃത്യമായ നിയമം പാലിച്ച് റോഡിലൂടെ യാത്ര ചെയ്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പിഴ ഈടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.